ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്ന് ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ്. സാധാരണ ദൂരമൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയ വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല, ചെറിയ ഒന്ന് വീടിൻ്റെ ബാക്കിൽ ഒഴുകുന്ന ഒരു ചെറിയ വെള്ളത്തിൻ്റെ അടുക്ക എൻ്റെ അനിയനാണ് കൊണ്ടുപോകുന്നത്. അവർ ഓൾറെഡി പോയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ ബസ്സിലാണ്. ഞങ്ങൾ തീരുമാനിച്ച മീറ്റിംഗ് പോയിന്റിലേക്ക് എത്താറായി. അവിടെ എത്തി അവരെ തപ്പി നടക്കുമ്പോൾ രണ്ടുപേരും എന്നെ കമൻ്റ് അടിച്ച് ചിരിച്ചുകൊണ്ട് വരുന്നത്. കുറേ ദിവസമായി കാണാത്ത ഞങ്ങൾ, പക്ഷെ അങ്ങനത്തെ ഒരു കാണാതായ ഒരു ഡിസ്റ്റൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട വഴിയിൽ നടക്കുമായിരുന്നു. നല്ലൊരു കുത്തനെയിൽ ഇറക്കത്തിൽ ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു തോടിലിറങ്ങി നടക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇപ്പം നടക്കാൻ പോകുന്നത് അങ്ങനെ അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നനയാൻ മാത്രം നനയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും നനയാൻ പറ്റിയില്ല, ബസ്സിലല്ലേ തിരിച്ചു പോകേണ്ടത്. കൈ പിടിച്ച് കാല് പിടിച്ച് വള്ളി പിടിച്ച് മരം പിടിച്ചെല്ലാം വന്നതാണ്. പിന്നെയും മേലോട്ട് പോകുന്നതിൻ്റെ കാഴ്ചയൊക്കെ കാണുന്നത്. മേലെ കയറും തോറും നല്ല നല്ല സീനറീസ് അവിടെ ഉണ്ട്. ഇവിടെ നല്ല രസമുണ്ട് കാണാനൊക്കെ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ മഴ പിടിച്ചു. മഴ വന്നാൽ ഇനി കുത്തി ഒലിച്ച് വെള്ളം വരും. അപ്പോൾ ആ വെള്ളം അധികം കുത്തി ഒലിച്ച് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ വഴുക്കലായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. പോകുന്ന രംഗങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറിയെന്ന് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ലായിരുന്നു ഗൈസ്. ഇത് 1.5 കയറ്റമാണ്. ഇത് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം മഴ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിൽ കാഞ്ഞങ്ങാട് വരെ പോയി. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ടിന് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് തിരിച്ച് വേഗം വീട്ടിൽ പോയി റെഡി ആയിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. അങ്ങനെ ആദ്യം അവൾ പോയി. അപ്പോഴാണ് ഞങ്ങളെ വിദ്യക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളെ വേറൊരു ഫ്രണ്ടാണ്, അവൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കാണാൻ വേണ്ടി ഞങ്ങൾ സർപ്രൈസായി പോയി. പറഞ്ഞില്ല, നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പാവത്തിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ജസ്റ്റ് അവളെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി അവളെ ഹോസ്പിറ്റലിൽ. അവൾ ഏത് വഴി പോകുമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വഴി കണ്ടപ്പോഴേ മനസ്സിലായി അവൾ ഈ വഴി പോവില്ല, അപ്പുറം വഴിയേ പോകും. കാരണം അവൾ കുറച്ച് OCD ആണ്, വൃത്തിക്കാരിയാണ്. അതുകൊണ്ട് ഇതുപോലെ ചെളിയിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വരുന്നു വെള്ളയൊക്കെ ഇട്ട്. ഞങ്ങളെ കണ്ട് ഞെട്ടി. സർപ്രൈസ് ആയെന്നാ തോന്നുന്നത്. കൊട തുറന്നിരിക്കുകയാണ്, പോകാൻ പോകുകയാണ്. അതെ. പിന്നെ അവിടെ നിന്ന് ലൈമും ചിക്കൻ റോളൊക്കെ കഴിച്ച് ഞങ്ങൾ ഷോപ്പിൽ പോയി. അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങി. ഞാൻ സോപ്പ് പെട്ടിയൊക്കെ വാങ്ങി. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി.